Today we will discuss about stack data structure. Stack is a linear data structure in which items can be inserted only from one end and get items back from the same end. So we can say it is a last in first out, LIFO. And we have different examples like stack of chairs, stack of plates, stack of books, etc. Okay, സോ ഒരു ഡാറ്റ സ്ട്രക്ചറിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് പഠിച്ചു. അതിൽ പഠിച്ച ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പം ഒരു സ്റ്റാക്ക് ഡാറ്റ സ്ട്രക്ചറിൽ ഏതൊരു ഐറ്റത്തിനെയും നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ റിമൂവ് ചെയ്യുന്നതും ഒരു സെയിം എൻഡിൽ നിന്ന് തന്നെയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എവിടെ നിന്നാണോ ഇൻസേർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണോ നമ്മൾ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്തത് ആ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത എലമെൻ്റ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ വി ആർ ടേക്കിംഗ് ബാക്ക് ദി എലമെൻറ്റ് ദാറ്റ് വി ഹാവ് ഇൻസേർട്ടഡ് അറ്റ് ദി ലാസ്റ്റ്. ഓക്കെ, and we can say a stack is an ordered collection of homogeneous data elements. And here the insertion and deletion operations in the case of a stack are specially termed as push and pop respectively. For insertion we will call it push and deletion we will call it pop. Okay, and the position of the stack where these operations are performed is known as top of the stack. So we are inserting element on the top of the stack and we are taking back the element from the top of the stack. Okay, and an element in the stack is termed as item. So each element we call it as a item. Okay, and the maximum number of elements that a stack can accommodate is termed as size. Okay, from this figure you can easily identify that each elements item 1, item 2, item 3, etc. and the elements at the bottom will be there, and each time we are pushing or we are inserting element on the top and we are taking back, and we can term it as pop. Okay, so we are taking item from the ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. ഓക്കെ, അപ്പോൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു ഹോമോജീനിയസ് ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. അതൊരു ഹോമോജീനിയസ് കളക്ഷൻ ഓഫ് ഡാറ്റ എലമെൻറ്റ്സ് ആണ്. ഇതിൽ ഇൻസേർഷനും ഡിലീഷനും സെയിം എൻഡിൽ തന്നെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഇൻസേർഷൻ നമുക്ക് പുഷ് എന്നും ഡിലീഷനെ പോപ്പ് എന്നും വിളിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, എവിടെയാണോ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണോ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് അവിടെ അതാണ് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഇതിൽ ഓരോ എലമെൻറ്റിനെയും നമ്മൾക്ക് എന്ത് വിളിക്കാം? ഒരു ഐറ്റം എന്ന് വിളിക്കാം. ദെൻ ദ മാക്സിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ദാറ്റ് എ സ്റ്റാക്ക് ക്യാൻ അക്കോമഡേറ്റ് ഈസ് കോൾഡ് ആസ് സൈസ്. അപ്പോൾ ഒരു സ്റ്റാക്കിൽ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം നമ്പറാണ് എന്ത്? സൈസ്. അതായത് സൈസ് ഓഫ് ദ സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ അതിൽ മാക്സിമം എലമെൻറ്റ്സ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എത്രയാണ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈസ് എന്ന് പറയുന്നത്. Then there are different operations on stack. So first one is insertion, second one is removal, and we know insertion is called push. So push means it is inserting an element into a stack. Pop means removing an element from the stack. And there are some other functions as well. First one is peek, and this peek function is to get the top element of the stack without removing it. And is full is a procedure. It is used to check if the stack is full, and is empty is a procedure, and that is used to check if the stack is empty. And there is a top pointer that points to the top of the stack. So it will return the top element of the stack without removing it. അപ്പോൾ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? ഒന്ന് സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പുഷ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിമൂവ് ചെയ്യുക. അപ്പോൾ റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഒരു സ്റ്റാക്കിൽ നമ്മൾ അട്ടിക്കട്ടിക്കായിട്ട് നമ്മൾ എലമെൻറ്റ്സ്
ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതിലെ ഏറ്റവും ടോപ്പിലുള്ള എലമെൻറ്റ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് പീക്ക് എന്ന ഒരു പ്രൊസീജിയർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിലെ ടോപ്പ് എലമെൻറ്റ് നമുക്ക് കിട്ടും. അത് വിത്തൗട്ട് റിമൂവ്, അതായത് അതിനെ റിമൂവ് ചെയ്യാതെ നമുക്ക് ആ ടോപ്പിലെ എലമെൻറ്റിനെ നമുക്ക് റിട്ടേൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രൊസീജിയർ കോൾ ചെയ്യാം, പീക്ക് എന്ന പ്രൊസീജിയർ കോൾ ചെയ്യാം, പീക്ക് ഫങ്ഷൻ. ഓക്കെ, അതുപോലെ ഒരു സ്റ്റാക്ക് ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് ഫങ്ഷൻ യൂസ് ചെയ്യാം, ഈസ് ഫുൾ. ഓക്കെ, ഈസ് ഫുൾ എന്ന് പറയുന്നത് ഒരു ഫങ്ഷനാണ്. ആ ഫങ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റാക്ക് ഫുൾ ആണോ, ഈസ് ഫുൾ നമ്മളൊരു നോർമലി ചോദിക്കുന്ന പോലെ ആ ഒരു രീതിയിൽ തന്നെ നമുക്കിത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു സ്റ്റാക്ക് ഫുൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈസ് ഫുൾ എന്ന ഫങ്ഷനും, അതുപോലെ ഒരു സ്റ്റാക്ക് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈസ് എം ടി എന്ന ഫങ്ഷനും യൂസ് ചെയ്യാം. ദെൻ അവിടെ ഒരു ടോപ്പ് പോയിൻ്റർ നമ്മൾ പറഞ്ഞു, അതായത് ഏതൊരു സ്റ്റാക്കിലെയും നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും ടോപ്പ് ഓഫ് ദി എലമെൻറ്റിലാണ്. അപ്പോൾ അവിടെ ഒരു പോയിൻ്റർ ഉണ്ടായിരിക്കും, അതാണ് ടോപ്പ് എന്ന് പറയുന്നത് പോയിൻ്റർ. അപ്പോൾ ഈ പോയിൻ്റർ പോയിൻ്റ് ചെയ്തിരിക്കുന്നത് ടോപ്പ് ഓഫ് ദി എലമെൻ്റ് ആയിരിക്കും, അതായത് ആ സ്റ്റാക്കിൽ ഏറ്റവും ടോപ്പിലിരിക്കുന്ന എലമെൻ്റ് ഏതാണോ അതിനെയായിരിക്കും ഈ ഒരു ടോപ്പ് പോയിൻ്റർ പോയിൻ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കിപ്പം ഈ പീക്കിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു എലമെൻറ്റിനെ റിമൂവ് ചെയ്യാതെ തന്നെ നമുക്കതിലെ ടോപ്പ് എലമെൻറ്റിനെ റിട്ടേൺ ചെയ്യാൻ നമുക്ക് ഏതിനെ കൊണ്ട് പറ്റും, ഈ ഒരു ടോപ്പ് പോയിൻ്ററെ കൊണ്ട് പറ്റും. അപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, അതായത് പീക്ക് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം, ടോപ്പ് പോയിൻ്റർ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ഓൺ സ്റ്റാക്ക്? പുഷ്, പോപ്പ്, peak, is full and is empty. Okay, so now we will see each one in detail. First one is push operation. So as I told you before, this push operation is used to insert an element into the stack, and if the stack is full it produces an error, and if the stack is not full, stack top will point to the next empty location, an element will be added to that location and returns success. Okay, so we have a procedure for insertion operation. Begin if stack is full, return null, and if top is equal to top plus 1, stack of top is equal to data, then end procedure. Okay, so here we have a diagram, so let's see the diagram. So here D is the top element. Okay, suppose we want to insert an element. For that, first we have to point to an empty location, and after that we have to insert this E into the stack. Okay, so now the top is equal to top plus 1. Here 0, 1, 2, 3. So here top is equal to what? Top is equal to 3 in. Then we will increment by 1, so 3 plus 1 will be here, so 0, 1, 2, 3, 4. So this stack of top is equal to what? That data. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് ചെയ്തത് നമുക്കറിയാം, ഒരു പുഷ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്റ്റാക്കിലേക്ക് എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുന്നതിനെയാണ് പുഷ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു സ്റ്റാക്ക് ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സ്റ്റാക്കിലേക്ക് ഒരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു എറർ ഉണ്ടാവും. നേരെ മറിച്ച് ആ ഒരു സ്റ്റാക്ക് ഫുൾ അല്ല എങ്കിൽ എന്ത് ചെയ്യണം, അതായത് ഇപ്പോൾ ഒരു സ്റ്റാക്കിൻ്റെ ടോപ്പിൽ ഒരു എലമെൻ്റ് ഉണ്ട്, അപ്പോൾ അവിടെയാണ് ടോപ്പ് പോയിൻ്റർ പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഈ ടോപ്പ് ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും, അതായത് ടോപ്പ് ഈസ് ഈക്വൽ ടു ടോപ്പ് പ്ലസ് 1. അപ്പോൾ ആ എം ടി ലൊക്കേഷനിലേക്ക് എന്ത് ചെയ്യും, ഈ പുതിയതായിട്ട് വരുന്ന ഡാറ്റയെ ഇൻസേർട്ട് ചെയ്യും. അപ്പം സ്റ്റാക്ക് ഓഫ് ടോപ്പ് എന്ന് പറയുന്ന ഒരു എം ടി ലൊക്കേഷനാണ്, ആ ലൊക്കേഷനിലേക്ക് നമ്മൾ ഈ ഒരു ഡാറ്റയെ ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ സ്റ്റാക്ക് ഓഫ് ടോപ്പ് ഈസ് ഈക്വൽ ടു ഡാറ്റ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓപ്പറേഷൻ ഈസ് പോപ്പ്. സോ as you all know, pop is used to remove the element from the stack. So it check whether the stack is empty. If it is empty, it will definitely return an error. Otherwise, it removes the element which is pointed by the top. So top pointer will decrement the value by 1 and return success. Okay, so here we have procedure for pop operation. Begin if stack is empty, return null, and if
data is equal to stack of top is equal to top minus 1, return data in procedure. So in the case of a pop operation, we have to check whether the stack is empty or not. If it is empty, we cannot definitely delete an element from that stack. So it will definitely produce an error. Otherwise, it removes an element, then the top will point to the one which is below it. Okay, so here in this figure you can see now top is pointing to E, then top will decrement by 1. So we can say the element has been removed. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ്റെ കേസിൽ പോപ്പ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ഒരു സ്റ്റാക്കിൽ നിന്നും ഒരു എലമെൻറ്റിനെ റിമൂവ് ചെയ്യുന്ന ഓപ്പറേഷനാണ് പോപ്പ് ഓപ്പറേഷൻ. അപ്പോൾ ഓൾറെഡി നമ്മൾ സ്റ്റാക്ക് ചെക്ക് ചെയ്യുക, അതായത് ആ സ്റ്റാക്കിൽ ഏതെങ്കിലും എലമെൻറ്റിനെ റിമൂവ് ചെയ്യാനുണ്ടോ, ഉണ്ടെങ്കിൽ എം ടി ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്. ഓൾറെഡി എം ടി ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്കൊരു എലമെൻറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു എറർ മെസ്സേജ് പ്രൊഡ്യൂസ് ചെയ്യും. ഇൻ കേസ് അത് ഫുൾ എം ടി അല്ല എങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ എവിടെയാണോ ഇപ്പോൾ ടോപ്പ് പോയിൻ്റർ ഉള്ളത് ആ എലമെൻറ്റിനെയാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ആ എലമെൻറ്റിനെ റിമൂവ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ടോപ്പ് പോയിൻ്ററിൻ്റെ വാല്യൂ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സക്സസ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡാറ്റ നമുക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, then next one is peak operation. So here this peak operation is used to display the top element. Okay, so begin return stack of top. So the top pointer is pointing on the top of the stack, so the element which is on the top will be returned when we call this peak operation. Okay, so in peak return stack of top. അപ്പോൾ പീക്ക് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഏറ്റവും പീക്കിൽ നിന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ പീക്ക് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാക്കിൽ ഏറ്റവും ടോപ്പിലുള്ള എലമെൻ്റ് ഏതാണോ ആ എലമെൻറ്റിനെ റിമൂവ് ചെയ്യാതെ തന്നെ നമുക്കതിനെ ഡിസ്പ്ലേ ചെയ്യുക അല്ലെങ്കിൽ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പീക്ക് ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം ബിഗിൻ റിട്ടേൺ സ്റ്റാക്ക്, അപ്പോൾ അത് സ്റ്റാക്ക് ഓഫ് ടോപ്പ് എന്ന് പറയുമ്പോൾ ആ ടോപ്പ് പോയിൻ്റർ എവിടെയാണോ പോയിൻ്റ് ചെയ്തിട്ടുള്ളത് ആ എലമെൻറ്റിനെയാണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈസ് ഫുൾ procedure is used to check whether the stack is full. So for that we have to check if the stack of top is equal to maximum size. If it is a maximum size, that will return a true, otherwise it will return a false. ഓക്കെ, അതായത് നമ്മൾ എന്താണ് ചെക്ക് ചെയ്യുന്നത്, ഫുൾ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ ആവണം എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്താ അർത്ഥം, അത് അതിൻ്റെ മാക്സിമം സൈസിലെത്തി എന്നാണ് അർത്ഥം അല്ലേ. അപ്പം സ്റ്റാക്ക് ഓഫ് ടോപ്പ്, അതായത് ടോപ്പ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത് ആ സ്റ്റാക്കിൻ്റെ ഏറ്റവും മാക്സിമം സൈസിലാണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഒരു ഒരു ട്രൂ നമുക്ക് റിട്ടേൺ ചെയ്യാം, അതായത് ഓക്കെ ആ സ്റ്റാക്ക് ഫുള്ളാണ്, അതല്ലെങ്കിലോ ഒരു ഫോൾസ് റിട്ടേൺ ചെയ്യാം. ഓക്കെ, then isEmpty procedure, and this isEmpty procedure is used to check whether the stack is empty. Okay, so here we are checking whether the stack is empty or not. So for that we have an algorithm. Begin if top less than 0, return true, else we return false. Why we are checking whether this top is less than 0? Because if we are implementing this using an array, the lowest index means 0. So if 0th index, if there is an element in the 0th index, we cannot say this empty. So we have to set this stack of top as -1 or something like that, a non-positive integer. Okay, so we are checking here that this top value less than 0. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു അറേ വെച്ചിട്ടാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്കിൽ ഒരു സ്റ്റാക്കിൻ്റെ ഇൻഡെക്സ് നമുക്ക് പറയുമ്പോൾ എവിടുന്ന് തൊട്ടാണ് തുടങ്ങുന്നത്, 0 തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഒരു ടോപ്പ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത് 0ലാണ്. അപ്പോൾ അവിടെ ഒരു എലമെൻ്റ് ഉണ്ട് എങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അതൊരു എംപ്റ്റി ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല, കാരണം 0th ഇൻഡെക്സിൽ ഒരു എലമെൻ്റ് ഉണ്ട്. അപ്പോൾ ആ 0യിലും താഴെ ആയിരിക്കണം നമ്മൾ എന്ത് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു സ്റ്റാക്ക് ഓഫ് ടോപ്പ്, അതല്ലെങ്കിൽ ടോപ്പ്
പോയിൻ്റർ പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? സ്റ്റാക്ക് ഓഫ് ടോപ്പ് ഈസ് ഈക്വൽ ടു -1. ഓക്കെ, അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ കൊടുക്കുക, അല്ലെങ്കിൽ -1 എന്ന് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നന്നായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു <0 വാല്യൂ ആണെന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എംപ്റ്റി എന്നുള്ളത് നമുക്ക് ട്രൂ ആയിട്ട് റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറ്റും. Okay, then array representation. We can represent this stack using both array and linked list. Now we are discussing about the array representation of stack. So in array representation, a one-dimensional array can be used to represent this stack, and all the operations related to stack are performed using array. So first we have to allocate a memory block of sufficient size to accommodate the full capacity of the stack. Then starting from the first location of the memory block, then items of the stack can be stored in a sequential fashion. ഓക്കെ, അപ്പോൾ ഈ ഒരു അറേ റെപ്രസെൻറ്റേഷനിൽ അതൊരു 1 ഡയമെൻഷണൽ അറേ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഓൾറെഡി ഒരുപാട് ഓപ്പറേഷൻസ് പറഞ്ഞു. പുഷായാലും പോപ്പായാലും ഈ എല്ലാ ഓപ്പറേഷൻസും നമുക്ക് അറേ യൂസ് ചെയ്തുകൊണ്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത്? ഒരു സഫിഷ്യൻറ്റ് സൈസിലുള്ളൊരു മെമ്മറി ബ്ലോക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു അറേ നമ്മൾ സ്റ്റാക്കിൽ നമ്മൾ കോൾ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ആ അറേയിൽ എത്ര മെമ്മറി ലൊക്കേഷനാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്, ആ മെമ്മറി സൈസ് നമ്മൾ ഫസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ മുതൽ നമ്മുടെ മെമ്മറി ബ്ലോക്ക് പ്രോഗ്രസ് ചെയ്യും. ഓരോ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോഴും അതിനനുസരിച്ചുള്ളൊരു സീക്വൻഷ്യൽ ഫാഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഓരോ മെമ്മറി ലൊക്കേഷനിലും നമുക്ക് അറേയിലെ എലമെൻറ്റ്സിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊരു കോണ്ടിഗ്വസ് മെമ്മറി അലൊക്കേഷൻ തന്നെയാണ് വരുന്നത്, കാരണം ഇത് ഒരു അറേ റെപ്രസെൻറ്റേഷൻ ആണ്. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ ഒരു സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ, ഒരു സ്റ്റാക്കിൻ്റെ അറേ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ആദ്യം നോക്കുന്നത്? ആ സ്റ്റാക്കിൻ്റെ അറേയിൽ ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള മെമ്മറി ഒരു മെമ്മറി ബ്ലോക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. സോ എത്രയാണോ നമുക്ക് അതിൻ്റെ സൈസ് വേണ്ടത്, ആ സൈസ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ബേസ് മുതൽ തുടങ്ങുന്നത് പോലെ നമ്മുടെ സ്റ്റാർട്ടിങ് ഫ്രം ദി ഫസ്റ്റ് ലൊക്കേഷൻ ഓഫ് ദി മെമ്മറി ബ്ലോക്ക് നമുക്ക് ഓരോ എലമെൻറ്റായിട്ട് നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും, സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യാം. അതൊരു സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കും നമ്മൾ അതിൽ സ്റ്റാക്കിലെ എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ ഇൻ ദിസ് ഫിഗർ ദിസ് item I, this item I denotes the ith item in the stack, and here you can see L and U. L is the lower bound and U is the upper bound. So here it is progressing like this. Okay, this is bottom and this is top. So L and U denote the index range of the array in use. So usually the values of these indices are 1 and size respectively. Okay, and the stop pointer to point the position of the array up to which it is filled with the items of the stack. അപ്പം ഈ ഒരു അറേ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു 1 ഡയമെൻഷണൽ അറേ ആണ്. ഇവിടെ ഐറ്റം 1 ഐറ്റം 2 എത്ര വരെ പോയിട്ടുണ്ട്? ഐറ്റം ഐ ആണെങ്കിൽ ആ ith എലമെൻറ്റിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇൻഡെക്സ് ലോവർ ടു അപ്പർ എന്നുള്ളൊരു മേലെയാണ് നമ്മൾ ബോട്ടം കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തിരിച്ചും ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, സോ പക്ഷേ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർക്കുക, നമ്മൾ മെമ്മറി ലൊക്കേഷൻ പറയുമ്പോൾ അതിൻ്റെ ആ ഒരു കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ അതേ രീതിയിൽ തന്നെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ ഐറ്റം 1 ഐറ്റം 2 എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലേക്കാണ് നമ്മളത് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലോവർ ബൗണ്ടിൽ നിന്ന് ഓരോ പ്രാവശ്യം ഓരോ ഐറ്റം ഇൻസേർട്ട് ചെയ്യുമ്പോഴും അതിനനുസരിച്ചായിട്ടുള്ള ഒരു കോണ്ടിഗ്വസ് മെമ്മറിയിലായിരിക്കും ഈ ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ എവിടെ വരെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ അവിടെ ആയിരിക്കും നമ്മളുടെ ടോപ്പ് പോയിൻ്റർ പോയിൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ L+i-1th ലൊക്കേഷനിലാണ് ടോപ്പ് പോയിൻ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ വരെ ഐറ്റംസ് ഓൾറെഡി ഫിൽഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ,
Then there are different applications of stack. And these applications include postfix expression evaluation, conversion of infix to postfix expression, evaluation of arithmetic expression, implementation of recursion, factorial calculation, etc. etc. Okay, so these are the different applications of stack. Not only this, we can say many more applications of stack. So these are few applications only. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഒരു സ്റ്റാക്കിൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്? ഒന്ന് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ഇവാലുവേഷൻ, കൺവേർഷൻ ഓഫ് ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ, ഇവാലുവേഷൻ ഓഫ് അരിത്മെറ്റിക് എക്സ്പ്രഷൻസ്, implementation of recursion, factorial calculation. Okay, അപ്പോൾ in the next class we will discuss about the postfix expression evaluation in detail. Okay, so that's all about stack. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ സ്റ്റാക്കിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്? സ്റ്റാക്ക് എന്ന് പറയുന്നത് ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. ഈ ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൽ നമ്മൾ ഹോമോജീനസ് കളക്ഷൻ ഓഫ് ഡാറ്റ എലമെൻറ്റ്സിനാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഈ സ്റ്റാക്കിൽ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ഉണ്ട്. ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻസേർഷൻ, ഡിലീഷൻ ഓപ്പറേഷൻസ്. ഇൻസേർഷനെ നമ്മൾ പുഷ് എന്നും ഡിലീഷനെ നമ്മൾ പോപ്പ് എന്നും പറയുന്നു. മറ്റ് പ്രൊസീജിയേഴ്സാണ് പീക്ക്, ഈസ് ഫുൾ, ഈസ് എംപ്റ്റി എന്ന് പറയുന്നത്. പീക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരു എലമെൻറ്റിനെ ഒരു സ്റ്റാക്കിൽ നിന്നും റിമൂവ് ചെയ്യാതെ തന്നെ അതിലെ ടോപ്പ് എലമെൻറ്റിനെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഈസ് ഫുൾ എന്ന് പറയുന്നത് ആ ഒരു സ്റ്റാക്ക് ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈസ് എംപ്റ്റി എന്ന് പറയുന്നത് ആ സ്റ്റാക്ക് എംപ്റ്റി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഈ സ്റ്റാക്കിൻ്റെ കേസിൽ ഇൻസേർട്ട് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും ഒരേ എൻഡിൽ നിന്ന് തന്നെയാണ്. അതുപോലെ എന്താണോ നമ്മൾ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്തത് ആ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത വാല്യൂ ആണ് നമ്മൾ ഫസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ദിസ് ഇസ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർ ലിഫോ. ഓക്കെ, ലിഫോ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓക്കെ, ദെൻ വേറെ എന്തൊക്കെയാണ് പറഞ്ഞത്? സ്റ്റാക്കിൻ്റെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ്, അതായത് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ഇവാലുവേഷൻ. എന്താണ് പോസ്റ്റ് ഫിക്സ്, എന്താണ് ഇൻഫിക്സ് എന്നുള്ളത് നമുക്ക് പോസ്റ്റ് ഫിക്സിൻ്റെ കേസ് വരുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ദെൻ ഇവാലുവേഷൻ ഓഫ് അരിത്മെറ്റിക് എക്സ്പ്രഷൻസ്, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് റിക്കേർഷൻ, ഫാക്ടോറിയൽ കാൽക്കുലേഷൻസ്. ഓക്കെ, ഇതിൻ്റെ കൂടെ അറേ റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റാക്ക് കൂടി മനസ്സിലാക്കി വെക്കുക. കാരണം ഒരു സ്റ്റാക്കിൻ്റെ കേസിൽ നമുക്ക് സ്റ്റാക്കിനെ അറേ റെപ്രസെൻറ്റേഷനിലും ചെയ്യാം, ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെൻറ്റേഷനും ചെയ്യാം. ഇവിടെ അറേ റെപ്രസെൻറ്റേഷനാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അറേ റെപ്രസെൻറ്റേഷനിൽ ഒരു അറേ സൈസ് നമ്മൾ ഒരു മെമ്മറി അലോക്കേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ് സ്റ്റാക്കിന്. അതിൽ ഒരു സൈസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലെ എലമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ ടോപ്പ് പോയിൻ്റർ ഉണ്ടായിരിക്കും. ഓക്കെ, അത് വെച്ച് നമുക്കതിലെ ടോപ്പ് എലമെൻറ്റ് നമുക്ക് റിട്രീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സ്റ്റാക്ക്. ഓക്കെ, താങ്ക് യു.